മൂന്ന് തലമുറയിലെ ബസ് ജീവനക്കാരുടെ സൗഹൃദ കൂടിച്ചേരലായി ഹൈറേഞ്ച് ബസ് സംഗമം കട്ടപ്പനയിൽ നടന്നു. മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മാധ്യമപ്രവർത്തകനും കവിയുമായ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്തു. ബസ് സൗഹൃദം കട്ടപ്പന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ ബസ് തൊഴിലാളികളുടെ സംഗമമാണ് കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. കുടിയേറ്റ കാലം മുതൽ ഹൈറേഞ്ചിന്റെ പൊതുഗതാഗത രംഗത്തെ നെടുന്തൂടായ സ്വകാര്യ ബസ് മേഖലയുടെ ചരിത്രത്തിന്റെ ഭാഗമായ തൊഴിലാളികൾ ഉൾപ്പെടെ 3 തലമുറകളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മാധ്യമപ്രവർത്തകനും കവിയുമായ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്തു. നമ്മിൽ നിന്ന് കുറേ ശല്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുമ്പേ പോയിവിടെ വിയർപ്പ് കണങ്ങൾ വീണ് കുതിർന്ന് ഈ മണ്ണിൽ അല്പത്വത്തിന്റെ പട്ട് വിരിച്ച് അധ്വാനത്തിന്റെ നാളുകളെ മറക്കരുതെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ തിരിതെളിക്കൽ പോലും നമുക്ക് സമ്മാനിച്ചത്. ശാരീരിക ശിശിരം കഴിഞ്ഞു, ഹരിതവന ശാഖികളൊക്കെ കൊഴിഞ്ഞു, കാട്ടുതീയിൽ മരണ്ടതിൽ ശാന്തക ഭൂമികളിലാകവെ കാട്ടാളവൃത്തം തുടികൊട്ടിയാടി. ആ കാഴ്ചകളാണ് സമ്മാനിച്ചത് ബസ് യാത്രയാണ്. സംഗമത്തിൽ ബസ് ജീവനക്കാരായിരുന്ന മുതിർന്നവരെ ആദരിച്ചു. വർഷങ്ങൾക്ക് ശേഷം സഹപ്രവർത്തകരെ നേരിൽ കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു മുതിർന്നവർ. 450 അംഗങ്ങളുള്ള തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള സമൂഹമാധ്യമ കൂട്ടായ്മ ബസ് മേഖലയിൽ കേരളത്തിൽ തന്നെ ആദ്യത്തേതാണ്. ജാതിമത രാഷ്ട്രീയ യൂണിയൻ പരിഗണനകളൊന്നുമില്ലാതെയാണ് സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തനം. യോഗത്തിന് പ്രസാദ് വിലങ്ങുപാറ അധ്യക്ഷത വഹിച്ചു. ശ്രീകാന്ത് രവീന്ദ്രൻ, മോൻസി സി, മധുസൂദനൻ നായർ, മോഹനൻ എം കെ, സാംസി ഉദുപ്, രാജേഷ് കുട്ടിമാളു, അഖിൽ സി രവി, അനീഷ് കെ കെ, അജിമോൻ വി എസ്, ബിജു പി വി, രഞ്ജിത്ത് പി ടി, ഷിബു ജോർജ്, മനുപ്രസാദ് പി ആർ തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.